a channel for current affairs and general knowledge. ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. A channel for current affairs and general knowledge. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഏപ്രിൽ 18, 19, 20 ദിവസത്തെ കറണ്ട് അഫയേഴ്സിനെ പറ്റിയിട്ടാണ്. നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ MCQ തരത്തിലായിരിക്കും നമ്മൾ ചെയ്യാം. സോ ഫസ്റ്റ് ചോദ്യത്തിലേക്ക് കിടക്കാം. ഫസ്റ്റ് ചോദ്യം ഇതാണ്: വിച്ച് ഹൈക്കോർട്ട് ഹാസ് സ്ക്വാഷ്ഡ് the detention of Jafar Ahmad Pare under Public Safety Act as illegal. അതായത് പൊതുസുരക്ഷാ നിയമപ്രകാരം ഈ ജാഫർ അഹമ്മദ് പരേലിനെ തടങ്കലിൽ വെച്ചത് നിയമവിരുദ്ധമായി എന്ന് പറഞ്ഞ് അത് റദ്ദാക്കിയ ഹൈക്കോടതി ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഡൽഹി, ഓപ്ഷൻ ബി ജമ്മു കാശ്മീർ, ഓപ്ഷൻ സി രാജസ്ഥാൻ ഹൈക്കോടതി, ഓപ്ഷൻ ഡി ബോംബെ ഹൈക്കോർട്ട്. ഏതാണെന്ന് ചോദിച്ചാൽ കറക്റ്റ് ആൻസർ ബി ആണ്, ജമ്മു കാശ്മീർ ഹൈക്കോടതിയാണ് ഈ ജാഫർ അഹമ്മദിനെ അറസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇല്ലീഗലായിട്ട് ഡിറ്റൻഷൻ ചെയ്ത് ഇല്ലീഗൽ എന്ന് പറഞ്ഞത് ജമ്മു കാശ്മീർ ഹൈക്കോടതിയാണ്. അടുത്താണ്: ഹു ഈസ് ദ ഹെഡ് ഓഫ് ദ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ടു സ്റ്റഡി അബൌട്ട് ദ വെൽഫെയർ ഓഫ് LGBTQ ആൻഡ് ടു എലിമിനേറ്റ് ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് ദം. ഈ LGBTQ എന്ന് പറഞ്ഞ ഒരു സംഘടനയില്ലേ, ഈ ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ അവരുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അവരുടെ ക്ഷേമത്തിന് വേണ്ടി പഠിക്കാനും അതേപോലെ അവർ നേരിടുന്ന വിവേചനത്തിനെ ഇല്ലാതാക്കാനും വേണ്ടിയിട്ട് ഒരു സമിതിയെ രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ചെയർമാൻ അധ്യക്ഷൻ ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ രാജീവ് ചന്ദ്രശേഖർ, ഓപ്ഷൻ ബി രാജീവ് ഗൗബ, ഓപ്ഷൻ ബി രാജീവ് സോന, ഓപ്ഷൻ ഡി രാജീവ് മൽഹോത്ര. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി രാജീവ് ഗൗബയാണ് നോക്കുക. അടുത്താണ്: വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് പെൻ, PEN, വിത്ത് റിഗാർഡ് ടു എഡ്യൂക്കേഷൻ സെക്ടർ. എഡ്യൂക്കേഷൻ സെക്ടറിൽ ഈ പെൻ എന്ന് പറഞ്ഞ ഒരു പുതിയ ഇനീഷ്യേറ്റീവാണ്. ഈ പെൻ എന്നതിൻ്റെ ഫുൾ ഫോം എന്തെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ പെർമനൻറ്റ് എംപ്ലോയ്മെൻറ്റ് നമ്പർ, ഓപ്ഷൻ ബി പെർമനൻറ്റ് എസൻസ് നമ്പർ, ഓപ്ഷൻ സി പെർമനൻറ്റ് എഡ്യൂക്കേഷൻ നമ്പർ, ഓപ്ഷൻ ഡി പാർസൽ എംപ്ലോയ്മെൻറ്റ് നമ്പർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി പെർമനൻറ്റ് എഡ്യൂക്കേഷൻ നമ്പർ എന്നാണ് നോക്കുക. ഓക്കെ, ഈ എഡ്യൂക്കേഷൻ നമ്പർ ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 2024-25 കാലഘട്ടത്തിലേക്ക് ഇനിയുള്ള സ്കൂളുകളിലേക്ക് ഈ കുട്ടികളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പെൻ, നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡൊക്കെ പോലെ. സോ അതിൻ്റെ ഒരു ഇതാണ് വകഭേദമാണ് ഈ പെർമനൻറ്റ് എഡ്യൂക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ സംവിധാനം, വോട്ടേഴ്സ് ID കാർഡൊക്കെ പോലെ. അടുത്താണ്: വാട്ട് ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ലോൺ ഗിവൺ ബൈ JICA ഫോർ മുംബൈ അഹമ്മദാബാദ് ഹൈ സ്പീഡ് റെയിൽ പ്രൊജക്ട്. ഈ മുംബൈ അഹമ്മദാബാദ് അതിവേഗ റെയിൽ പദ്ധതിക്ക് വേണ്ടിയിട്ട് ഈ JICA, അതായത് ജപ്പാൻ്റെ കമ്പനിയാണ് അല്ലെങ്കിൽ ഫണ്ട് കൊടുക്കുന്ന സ്ഥാപനം, അവർ എത്ര എമൗണ്ടാണ് ഇന്ത്യക്ക് വായ്പയായിട്ട് നൽകിയെന്നാണ് ഈ മുംബൈ അഹമ്മദാബാദ് റെയിൽ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട്. ഓപ്ഷൻ എ 20,000 crore, ഓപ്ഷൻ ബി 30,000 crore, ഓപ്ഷൻ സി 4 lakh crore, ഓപ്ഷൻ ഡി 40,000 crore. കറക്റ്റ് ആൻസർ ഡി 40,000 crore ആണ്. അതായത് 40,000 കോടി രൂപയാണ് ഇന്ത്യക്ക് ഈ മുംബൈ അഹമ്മദാബാദ് പദ്ധതിക്ക് വേണ്ടിയിട്ട് ഈ ജപ്പാൻ ഇൻ്റർനാഷണൽ കോർപ്പറേഷൻ ഏജൻസി, അങ്ങനെയാണ് സ്ഥാപനത്തിൻ്റെ ഇതിൻ്റെ ഫുൾ ഫോം, അവരാണ് ഈ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള പൈസ അവർ ഇറക്കുന്നത് അല്ലെങ്കിൽ ലോണായിട്ട് നമുക്ക് തരുന്നു. അടുത്താണ്: ഇന്ത്യൻ ആർമി ജനറൽ മനോജ് പാണ്ഡെ. അപ്പോൾ ഓർത്തിരിക്കുക, ഇന്ത്യൻ ആർമി ജനറൽ നമ്മുടെ കരസേനയുടെ മേധാവി ആരെന്ന് ചോദിച്ചാൽ മനോജ് പാണ്ഡെയാണ് നോക്കുക. സോ ഹാസ് ഇനോഗ്രേറ്റഡ് ദ ഹൈടെക് IT ലാബ് അറ്റ് വിച്ച് കൺട്രി. ഈ മനോജ് പാണ്ഡെ ഹൈടെക് IT ലാബ് എവിടെയാണ് ഇനോഗ്രേറ്റ് ചെയ്തതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ തജിക്കിസ്ഥാൻ, ഓപ്ഷൻ ബി ഉസ്ബെക്കിസ്ഥാൻ, ഓപ്ഷൻ സി മൊണാക്കോ, ഓപ്ഷൻ ഡി ബംഗ്ലാദേശ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഉസ്ബെക്കിസ്ഥാൻ. അടുത്താണ്: where was the 13th European Girls Mathematical Olympiad held? ഓപ്ഷൻ എ തജിക്കിസ്ഥാൻ, ഓപ്ഷൻ ബി ഉസ്ബെക്കിസ്ഥാൻ, ഓപ്ഷൻ സി മൊണാക്കോ, ഓപ്ഷൻ ഡി ജോർജിയ. കറക്റ്റ് ആൻസർ ഡി ജോർജിയയിലാണെന്ന് നോക്കുക. ജോർജിയയിലെ എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ സ്കാൽറ്റുബോയിലാണെന്ന് നോക്കുക. സ്കാൽറ്റുബോ അവിടെ വെച്ചിട്ടാണ് നടത്തിയത്. സോ ജോർജിയയിലെ സ്കാൽറ്റുബോയിലാണെന്ന് നോക്കുക. അടുത്താണ്: 16th വേൾഡ് ഫ്യൂച്ചർ എനർജി സമ്മിറ്റ് ഈസ് ഹെൽഡ് അറ്റ് വിച്ച് കൺട്രി. ഓപ്ഷൻ എ തജിക്കിസ്ഥാൻ, ഓപ്ഷൻ ബി ഉസ്ബെക്കിസ്ഥാൻ, ഓപ്ഷൻ സി മൊണാക്കോ, ഓപ്ഷൻ ഡി UAE. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി UAEയിലാണ്. UAEയിൽ എവിടെ വെച്ചിട്ടാന്ന് ചോദിച്ചാൽ അബുദാബിയിലാണ് നോക്കുക. ഓക്കെ, അടുത്താണ്: ഹു ഈസ് ദ ന്യൂ സെക്രട്ടറി ഓഫ് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ
പുതിയ സെക്രട്ടറി ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ സുഭാഷ് ഗാർഗ്, ഓപ്ഷൻ ബി സുധീഷ് കാർത്തിക്, ഓപ്ഷൻ സി സൗരവ് ഗാർഗ്, ഓപ്ഷൻ ഡി വന്ദിത കൗൾ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി സൗരവ് ഗാർഗ്. ഇതേപോലെ തന്നെ ചില മിനിസ്ട്രീൻ്റെ സെക്രട്ടറിമാരെ കുറിച്ച് അറിയേണ്ടതായിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മളിതിൽ പറയുന്നത്, ഒന്ന് ഓർത്തിരിക്കുക. ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ജസ്റ്റ് നമ്മൾ ഓർത്തിരിക്കുക. ഇവരിത് പറഞ്ഞതായത് കാരണം ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. സൗരവ് ഗാർഗ് ആണെന്ന് നോക്കുക. സൗരവ് ഗാർഗ്. അങ്ങനെയാണ് ഈ വന്ദിതാദാസ് എന്തിൻ്റെയാണ്? ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. ഇവരും സെക്രട്ടറിയാണ്. എന്തിനെ ചോദിച്ചു കഴിഞ്ഞാൽ പോസ്റ്റിൻ്റെയാണ്. ഓക്കെ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റ്. അടുത്താണ് ഹു ഈസ് ദ ന്യൂ ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ്? പുതിയ നാവികസേന തലവൻ ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ദിനേശ് കുമാർ ത്രിപാഠി, ഓപ്ഷൻ ബി സുധീഷ് കാർത്തിക്, ഓപ്ഷൻ സി സൗരവ് ഗാർഗ്, ഓപ്ഷൻ ഡി വന്ദിത കൗൾ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ദിനേശ് കുമാർ ത്രിപാഠി. അതായത് ഇപ്പോഴത്തെ നേവൽ സ്റ്റാഫ് പോവുകയാണ്. അപ്പോൾ അതിന് പകരമായിട്ട് ഇപ്പോൾ വരുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈസ് അഡ്മിറലാണ്. ഓക്കെ, ഇദ്ദേഹം നേവലിൻ്റെ സ്റ്റാഫാണല്ലോ. അതായത് പുതിയ ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് ആരാണ് ആവാൻ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ആവാൻ പോകുന്നുള്ളൂ ഈ DK ത്രിപാഠിയാണ്. ഇദ്ദേഹം പ്രസൻ്റ്ലി വൈസ് അഡ്മിറൽ അല്ലെങ്കിൽ വൈസ് ചീഫാണ്. ഓക്കെ, വൈസ് ചീഫ് എന്ന് പറയാം. സോ ചീഫ് ഇപ്പോൾ വേറെ ആളാണ്. അദ്ദേഹം ഇപ്പോൾ റിട്ടയർ ചെയ്യാൻ പോകുന്നു. അതിനുശേഷം ഇനി ഈ വൈസ് ചീഫാണ് ഈ ചീഫിൻ്റെ സ്ഥാനത്തേക്ക് കയറാൻ പോകുന്നത്. അദ്ദേഹം ആരാന്ന് ചോദിച്ചാൽ ഈ DK ത്രിപാഠിയാണ്. സോ കറൻ്റ്ലി വൈസ് ചീഫാണ് അദ്ദേഹം. അടുത്താണ് ഹു ഈസ് ദ ന്യൂ ചീഫ് ഓഫ് NSG? ഓപ്ഷൻ എ ദിനേശ് കുമാർ ത്രിപാഠി, ഓപ്ഷൻ ബി നളിൻ പ്രഭാത്, ഓപ്ഷൻ സി സൗരവ് ഗാർഗ്, ഓപ്ഷൻ ഡി വന്ദിത കൗൾ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി നളിൻ പ്രഭാത്. സോ അടുത്താണ് ഹു ഈസ് ദ ന്യൂ ഇന്റൽ ഇന്ത്യ ഹെഡ്? പുതിയ ഇന്ത്യയിലെ തലവൻ ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ DK ത്രിപാഠി അല്ലെങ്കിൽ ദിനേശ് കുമാർ ത്രിപാഠി, ഓപ്ഷൻ ബി നളിൻ പ്രഭാത്, ഓപ്ഷൻ സി സന്തോഷ് വിശ്വനാഥൻ, ഓപ്ഷൻ ഡി വന്ദിത കൗൾ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി സന്തോഷ് വിശ്വനാഥൻ ആണ്. നോക്കുക, നമ്മൾ പറഞ്ഞു ഈ ത്രിപാഠി ചീഫ് ഓഫ് ഏതിൻ്റെ? നേവൽ അല്ലേ. നളിൻ പ്രഭാത് NSG നാഷണൽ സെക്യൂരിറ്റി ഗാർഡിൻ്റെ നോക്കാം. ഇത് സെക്രട്ടറിയാണ് ഏതിൻ്റെ ചോദിച്ചാൽ പോസ്റ്റിൻ്റെ ആണ് നോക്കുക, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റ്. അടുത്താണ് ഹു വൺ ഇന്റർനാഷണൽ ഫെലോഷിപ്പ് ഓഫ് ജപ്പാൻ യൂണിവേഴ്സിറ്റി? ജപ്പാൻ യൂണിവേഴ്സിറ്റിൻ്റെ ഇന്റർനാഷണൽ ഫെലോഷിപ്പ് നേടിയ വ്യക്തി ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ദിനേശ് കുമാർ ത്രിപാഠി, ഓപ്ഷൻ ബി നളിൻ പ്രഭാത്, ഓപ്ഷൻ സി കൗശിക് രാജശേഖരൻ, ഓപ്ഷൻ ഡി വന്ദിത കൗൾ. വീണ്ടും ഈ ഓപ്ഷൻസ് ഈ ദിനേശ് കുമാർ ത്രിപാഠി, നളിൻ പ്രഭാവത്ത്, ഈ വന്ദിത കൗളിനെ ഇടാൻ കാരണം നിങ്ങൾക്ക് ഈ ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവരൊക്കെ ഏതിൻ്റെ ആൾക്കാരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇട്ടത്. ഓക്കെ, സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ കൗശിക് രാജശേഖരനാണ്. നോക്കാം. അടുത്താണ് ഹു വൺ ഹോക്കി ഇന്ത്യ അസുന്ത ലക്ര അവാർഡ്? ഹോക്കി ഇന്ത്യ അസുന്ത ലക്ര അവാർഡ് നേടിയ വ്യക്തിയാരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ദീപിക പടുകോൺ, ഓപ്ഷൻ ബി ദീപിക സോറങ്, ഓപ്ഷൻ സി വന്ദിത കൗൾ, ഓപ്ഷൻ ഡി രശ്മിക അവസ്ഥ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ദീപിക സോറങ്. അടുത്താണ് ഹു ഹസ് ബിക്കം ദ സെക്കൻഡ് ഇന്ത്യൻ ആഫ്റ്റർ MS ധോണി ടു പ്ലേ 250 IPL മാച്ചസ്? 250 കളി IPL 250 മാച്ച് കളിക്കുന്ന രണ്ടാമത്തെ വ്യക്തി ആരെന്നാണ് ചോദ്യം. ഇത് ഇന്ത്യൻ എന്ന് പറയേണ്ട ആവശ്യമില്ല, എന്നാലും അത് എടുത്ത് പറയുന്നത് മാത്രമേ. സോ ഓപ്ഷൻ എ വിരാട് കോഹ്ലി, ഓപ്ഷൻ ബി രോഹിത് ശർമ്മ, ഓപ്ഷൻ സി ദിനേശ് കാർത്തിക്, ഓപ്ഷൻ ഡി സഞ്ജു സാംസൺ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി രോഹിത് ശർമ്മയാണ്. നോക്കുക, 250 IPL മത്സരം കളിക്കുന്ന ആദ്യത്തെ വ്യക്തി MS ധോണിയാണ്, എല്ലാവർക്കും അറിയാം. രണ്ടാമത്തെ വ്യക്തി രോഹിത് ശർമ്മയാണ് എന്ന് ഓർത്തിരിക്കുക. അടുത്താണ് വിച്ച് ഇന്ത്യൻ എയർപോർട്ട് റിസീവ് ദ അവാർഡ് ബെസ്റ്റ് എയർപോർട്ട് സ്റ്റാഫ് ഇൻ ഇന്ത്യ ആൻഡ് സൗത്ത് ഏഷ്യ 2024 ഫ്രം സ്കൈട്രാക്സ്? സ്കൈട്രാക്സിൻ്റെ 2024 ഇന്ത്യയിലും സൗത്ത് ഏഷ്യയിലെയും മികച്ച എയർപോർട്ട് സ്റ്റാഫ് എന്ന അവാർഡ് നേടുന്ന ഇന്ത്യൻ എയർപോർട്ട് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ GMR ഹൈദരാബാദ് ഇന്റർനാഷണൽ, ഓപ്ഷൻ ബി ഇന്ദിരാഗാന്ധി ഡൽഹി, ഓപ്ഷൻ സി ബിജു പട്നായിക്, ഓപ്ഷൻ ഡി ഹമാദ് ഇന്റർനാഷണൽ. കറക്റ്റ് ആൻസർ GMR ഹൈദരാബാദ് ഇന്റർനാഷണൽ എയർപോർട്ടാണ് ബെസ്റ്റ് എയർപോർട്ട് സ്റ്റാഫ് ഈ സ്കൈട്രാക്സിൻ്റെ അവാർഡ് നേടിയ. നോക്കുക, ഏറ്റവും മികച്ച എയർപോർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഹമദ് ഇന്റർനാഷണൽ ദുബായിലാണ്. നോക്കുക, ഓക്കെ, ദുബായിലെ ഹമദ് ഇന്റർനാഷണൽ ആണ് ഏറ്റവും മികച്ച എയർപോർട്ട് എന്നും കൂടി നോക്കാം.
അടുത്താണ് ഹു വോൺ ഓറഞ്ച് ക്യാപ്പ് ഇൻ IPL 2023. IPL 23 പോലുള്ള ഗെയിമുകളൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അത്രയ്ക്കും ഇതൊന്നുമില്ല, എന്നാലും നമ്മൾ നോക്കുന്നത് മാത്രം. ഏറ്റവും കൂടുതൽ ഓക്കെ, ഇത് നമ്മൾ നോക്കിയിട്ട് പറയാം. IPL 2023 ഓറഞ്ച് ക്യാപ്പ് നേടിയത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ദിനേശ് കാർത്തിക്, ഓപ്ഷൻ ബി ശുഭ്മാൻ ഗിൽ, ഓപ്ഷൻ സി മുഹമ്മദ് ഷമി, ഓപ്ഷൻ ഡി ജോസ് ബട്ട്ലർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ശുഭ്മാൻ ഗിൽ ആണെന്ന് നോക്കാം. ഈ ഓറഞ്ച് ക്യാപ്പ് എന്തിനാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ വ്യക്തികൾക്കാണ് ഈ ഓറഞ്ച് ക്യാപ്പ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ പർപ്പിൾ ക്യാപ്പ് ഉണ്ട്. ഈ പർപ്പിൾ ക്യാപ്പ് എന്തിനാണെന്ന് ചോദിച്ചാൽ വിക്കറ്റ്, ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന ആൾക്ക് കൊടുക്കുന്നതാണ് ഈ പർപ്പിൾ ക്യാപ്പ്. സോ 2023 ഏറ്റവും കൂടുതൽ റൺ നേടിയ ആരെന്ന് ചോദിച്ചാൽ ശുഭ്മാൻ ഗില്ലാണ്. ഈ IPL ഏറ്റവും കൂടുതൽ തവണ ടൈറ്റിൽ നേടിയത് അല്ലെങ്കിൽ വിന്നേഴ്സായ ടീം ഏതാണെന്ന് ചോദിച്ചാലോ അത് മുംബൈ ഇന്ത്യൻസ്. ഓക്കെ, 5 തവണ അവരായിട്ടുണ്ടെന്ന് നോക്കാം. അടുത്താണ് ലോഞ്ചിവിറ്റി ഇന്ത്യ ഇനീഷ്യേറ്റീവ് വാസ് ലോഞ്ച്ഡ് ബൈ. ഓപ്ഷൻ എ IIM, ഓപ്ഷൻ ബി IIT, ഓപ്ഷൻ സി നീതി ആയോഗ്, ഓപ്ഷൻ ഡി IISc. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി IISc. ഓക്കെ, തീർന്നിട്ടില്ല. നമ്മളൊരു കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ചാനലിലെ കണ്ടൻറ്റ് കാര്യം നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുന്ന ഏപ്രിൽ 18 മുതൽ 20 വരെയുള്ള കറണ്ട് അഫയേഴ്സാണ്. ഇതിനു മുമ്പ് നമ്മൾ അതായത് ഈ ആഴ്ചയിൽ തന്നെ ഏപ്രിൽ 14 മുതൽ 17 വരെയുള്ള നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. ഇത് ആരും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. എന്തായാലും നമ്മുടെ ഇത് കാണുന്നവരാണെങ്കിൽ ഇതിൻ്റെ തൊട്ട് മുമ്പിലുള്ള ക്ലാസ് നിന്ന് കാണാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ ഏപ്രിലിൽ നമ്മൾ ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഒരാഴ്ച തരത്തിലാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രം നമ്മൾ ചെയ്യുന്നത്. MCQ തരത്തിലാണ്, കാണാത്തവർ കാണാം. അടുത്താണ് റീസെൻ്റ്ലി ആഫ്രിക്കൻ സ്വൈൻ ഫീവർ ഔട്ട്ബ്രേക്ക് ഹാപ്പൻഡ് ഇൻ വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ്. ഈ ആഫ്രിക്കൻ സ്വൈൻ ഫീവർ എന്ന് പറഞ്ഞിട്ടുള്ള ഇത് ഇന്ത്യയിലെ ഏതോ സംസ്ഥാനത്ത് പൊട്ടിപ്പുറപ്പെട്ടു. അത് എവിടെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ നാഗാലാൻഡ്, ഓപ്ഷൻ ബി മിസോറാം, ഓപ്ഷൻ സി ത്രിപുര, ഓപ്ഷൻ ഡി ആസാം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ നാഗാലാൻഡിലാണ് നോക്കാം. നാഗാലാൻഡിൻ്റെ തലസ്ഥാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ എഴുതുക? കൊഹിമ. ഓക്കെ. ആസാമിൻ്റെയോ? ദിസ്പൂർ. ത്രിപുരേൻ്റെ ഐസ്വാൾ ആണോ? തെറ്റ, അഗർത്തല. ത്രിപുരേൻ്റെ തലസ്ഥാനം അഗർത്തല. മിസോറാമിൻ്റെയാണ് എന്ത്? ഐസ്വാൾ. അടുത്താണ് ലേറ്റസ്റ്റ് AI മോഡൽ ലാമ 3 വാസ് ഡെവലപ്ഡ് ബൈ. ഓപ്ഷൻ എ IBM, ഓപ്ഷൻ ബി മൈക്രോസോഫ്റ്റ്, ഓപ്ഷൻ സി ജിയോ, ഓപ്ഷൻ ഡി മെറ്റ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി മെറ്റയാണ് ഈ ലാമ 3 എന്ന് പറഞ്ഞുള്ള ഒരു പുതിയ മോഡൽ AI ടെക്നോളജി ഡെവലപ്പ് ചെയ്തത്. അടുത്താണ് ഇന്ത്യ ഈസ് സെല്ലിംഗ് ഫസ്റ്റ് ബാച്ച് ഓഫ് ബ്രഹ്മോസ് മിസൈൽ ടു വിച്ച് കൺട്രി. ഇന്ത്യ ആദ്യത്തെ സെറ്റായിട്ടുള്ള ഈ ബ്രഹ്മോസ് മിസൈൽ ഏത് രാജ്യത്തിനാണ് കൊടുക്കുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കെനിയ, ഓപ്ഷൻ ബി US, ഓപ്ഷൻ സി ഫിലിപ്പൈൻസ്, ഓപ്ഷൻ ഡി ഉഗാണ്ട. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഫിലിപ്പൈൻസിനാണെന്ന് നോക്കാം. ഈ ബ്രഹ്മോസ് മിസൈൽ ആരൊക്കെ തമ്മിലാണ് ഡെവലപ്പ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയും റഷ്യയും. ഓക്കെ, ഇന്ത്യയും റഷ്യയും തമ്മിലാണ് ഈ ബ്രഹ്മോസ് മിസൈൽ ഡെവലപ്പ് ചെയ്തത്. ഈ ഇന്ത്യൻ്റെ ഈ രണ്ട് രാജ്യത്തിൻ്റെയും കമ്പൈൻ ചെയ്തിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി ഇത് ബ്രഹ്മോസ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മപുത്ര, അതുപോലെ തന്നെ അവിടുത്തെ നദിയായിട്ടുള്ള മോസ്കോ അല്ലെങ്കിൽ തലസ്ഥാനം. അപ്പോൾ ഈ രണ്ടൊന്നും എടുത്തിട്ടാണ് ഈ ബ്രഹ്മോസ് എന്നുള്ള ഒരു പേര് കൊണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, സോ ബ്രഹ്മോസ് ഏത് രാജ്യം ഡെവലപ്പ് ചെയ്യാന്ന് ചോദിച്ചാൽ ഇന്ത്യയും റഷ്യയാണെന്ന് നോക്കാം. ഓക്കെ, റഷ്യയാണ് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ സഹായം ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതൊരു സൂപ്പർസോണിക് മിസൈലും കൂടിയാണെന്ന് നോക്കാം. സോ ആ സെറ്റിൻ്റെ അങ്ങനെ ഇന്ത്യ സ്വന്തമായിട്ട് അതിന് ശേഷം വികസിപ്പിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ വിൽപ്പന കൊടുക്കുന്ന ഏത് രാജ്യത്താണെന്ന് ചോദിച്ചാൽ ഫിലിപ്പൈൻസ് ആണെന്ന് നോക്കാം. അടുത്താണ് മൗണ്ട് റുവാങ് വോൾക്കാനോ ഈസ് പാർട്ട് ഓഫ് വിച്ച് കൺട്രി. ഈ മൗണ്ട് റുവാങ് വോൾക്കാനോ ഏത് രാജ്യത്തെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ സിംഗപ്പൂർ, ഓപ്ഷൻ ബി ഇറ്റലി, ഓപ്ഷൻ സി ഫിലിപ്പൈൻസ്, ഓപ്ഷൻ ഡി ഇന്തോനേഷ്യ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഇന്തോനേഷ്യ എന്ന് നോക്കുക. അടുത്താണ് വാട്ട് ഈസ് ദ നെയിം ഓഫ് ന്യൂ ഓറൽ കോളറ വാക്സിൻ ഡെവലപ്പ് ബൈ സൗത്ത് കൊറിയ. പുതിയ ഓറൽ കോളറ വാക്സിൻ സൗത്ത് കൊറിയ ഡെവലപ്പ് ചെയ്തിരുന്നു. അതിൻ്റെ പുതിയ പേരെന്തെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ യുവിക്കോളസ്, ഓപ്ഷൻ ബി എൽവിച്ചോൾ ബി, ഓപ്ഷൻ സി എൽപോച്ചോൾ, ഓപ്ഷൻ ഡി ഇപ്പോച്ചോൾ വി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ യുവിച്ചോൾ ആണെന്ന് നോക്കാം. ഓക്കെ, ഈ യുവിച്ചോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഇതിപ്പോൾ ഓർത്തിരിക്കാനേ യുവിച്ചോൾ. ഓക്കെ, എസ് അല്ല, ഇങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത് യുവിച്ചോൾ.
ഈ ചോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോളറയാണ്. ഓക്കെ, ചോളറ അതിൻ്റെ തുടക്കത്തിലാണ് ചോളറ. ഈ സൗത്ത് കൊറിയയായിട്ട് നമുക്ക് കണക്കാക്കാം. അങ്ങനെ തന്നെയാവുള്ളൂ ഇത് വരിക. സോ അത് നോക്കുക. സോ UV അൾട്രാവയലറ്റ് റേസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് UV റേസ് അല്ലേ ശരീരത്തിന് കൊണ്ടുവരുന്ന. സോ UV ആണെന്ന് നോക്കുക. സോ UV കോളറ, UV ചോൾ, അങ്ങനെ ഓർത്തിരിക്കുക. ഓക്കെ, അടുത്താണ് Dash has conducted a test on a HASAL-1 RA-3 strategic cruise missile as well as anti-aircraft missile called Pyolgi-1-2. Okay, so VASAL-1 R3, VASAL-1 R3, അതുപോലെ തന്നെ YOLG-1-2 എന്ന് പറഞ്ഞിട്ടുള്ള ഈ മിസൈലാണ്. സോ വാസാളും അതുപോലെ തന്നെ യോൾജി എന്ന് പറഞ്ഞിട്ടുള്ള മിസൈൽ ഡെവലപ്പ് ചെയ്ത രാജ്യം ഏതെന്നാണ് ചോദിച്ചത്. ഇപ്പോൾ ഈ അടുത്ത് ടെസ്റ്റ് ഫയർ ചെയ്ത, അതായത് പരീക്ഷണം നടത്തിയിട്ടുണ്ട്, അത് ഏത് രാജ്യം എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ സൗത്ത് കൊറിയ, ഓപ്ഷൻ ബി നോർത്ത് കൊറിയ, ഓപ്ഷൻ സി US, ഓപ്ഷൻ ഡി UK. കറക്റ്റ് ആൻസർ ബി നോർത്ത് കൊറിയ എന്ന് നോക്കാം. അടുത്താണ് ഹു വോൺ പർപ്പിൾ ക്യാപ്പ് ഇൻ IPL 2023. നമ്മളിപ്പോൾ പറഞ്ഞിരുന്നു പർപ്പിൾ ക്യാപ്പ് എന്തിനാണെന്നുള്ള. പർപ്പിൾ ക്യാപ്പ് എന്തിനാ? ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന ആൾ അല്ലേ. ഓപ്ഷൻ എ ദിനേശ് കാർത്തിക്, ഓപ്ഷൻ ബി ശുഭ്മാൻ ഗിൽ, ഓപ്ഷൻ സി മുഹമ്മദ് ഷമി, ഓപ്ഷൻ ഡി ജോസ് ബട്ട്ലർ. കറക്റ്റ് ആൻസർ സി ഷമിയാണ് നോക്കാം, മുഹമ്മദ് ഷമി. കാരണം കഴിഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് കിട്ടിയ മുഹമ്മദ് ഷമി ഏതാണ്ട് അപ്രോക്സിമേറ്റ്ലി തോന്നുന്നു 28 വിക്കറ്റാണ്. അടുത്താണ് സാക്ഷം ആപ്പ് ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി വാസ് ഡെവലപ്പ് ബൈ. ഈ സാക്ഷം ആപ്പ് ഡെവലപ്പ് ചെയ്തത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ നീതി ആയോഗ്, ഓപ്ഷൻ ബി ECI അതായത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ഓപ്ഷൻ സി NIA, അതുപോലെ തന്നെ ഓപ്ഷൻ ഡി CVC. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ECI അതായത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് സാക്ഷം ആപ്പ് ഡെവലപ്പ് ചെയ്തതെന്ന് നോക്കാം. അടുത്താണ് ഇന്ത്യൻ നേവി ഇനോഗ്രേറ്റഡ് എ സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് സബ്മേഴ്സിബിൾ പ്ലാറ്റ്ഫോം ഫോർ അക്കോസ്റ്റിക് ക്യാരക്ടറൈസേഷൻ ആൻഡ് ഇവാലുവേഷൻ ഇൻ ഡാഷ്. അതായത് സ്പേസ് എന്ന് പറഞ്ഞ ഈ ടെക്നോളജി ഇന്ത്യൻ നേവി എവിടെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്, ഇനോഗ്രേറ്റ് ചെയ്തതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ തമിഴ്നാട്, ഓപ്ഷൻ ബി കേരള, ഓപ്ഷൻ സി മഹാരാഷ്ട്ര, ഓപ്ഷൻ ഡി ബംഗാൾ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി കേരളത്തിലാണ് നോക്കുക. കേരളത്തിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ ഇടുക്കിയിലാണ് നോക്കുക. ഓക്കെ, ഇടുക്കിയിലാണ് ഈ സ്പേസ് എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവന്നത് നോക്കുക. അടുത്താണ് വിച്ച് ഓർഗനൈസേഷൻ ഹാസ് ഡെവലപ്ഡ് കാർബൺ ടു കാർബൺ നോസിൽ ഫോർ റോക്കറ്റ് എഞ്ചിൻ. റോക്കറ്റ് എഞ്ചിന് വേണ്ടിയിട്ട് കാർബൺ നോസിൽ കൊണ്ടുവന്നത് ഡെവലപ്പ് ചെയ്ത് സ്ഥാപനം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ISRO, ഓപ്ഷൻ ബി DRDO, ഓപ്ഷൻ സി ബെൽ, ഓപ്ഷൻ ഡി HAL. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ISRO ആണ് നോക്കുക. അടുത്താണ് വിച്ച് സ്റ്റേറ്റ് ഇൻട്രൊഡ്യൂസ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അണ്ടർ വൺ ഹെൽത്ത് ഇനീഷ്യേറ്റീവ്. ഒരു ആരോഗ്യ സംരംഭത്തിന് കീഴിൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ കൊണ്ടുവരുന്ന സംസ്ഥാനം. ഓപ്ഷൻ എ കേരള, ഓപ്ഷൻ ബി UP, ഓപ്ഷൻ സി ബീഹാർ, ഓപ്ഷൻ ഡി ഒറീസ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ കേരള ആണ് നോക്കാം. അടുത്താണ് അക്കോർഡിംഗ് ടു IMF വാട്ട് ഈസ് ദ GDP ഗ്രോത്ത് റേറ്റ് പ്രൊജക്ഷൻ ഓഫ് ഇന്ത്യ ഫോർ ഫിനാൻഷ്യൽ ഇയർ 2024-2025. 2024-25 കാലഘട്ടത്തിലേക്കുള്ള ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് IMFന്റെ വക എത്രയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 5.1, ഓപ്ഷൻ ബി 6.8, ഓപ്ഷൻ സി 7.1, ഓപ്ഷൻ ഡി 4.5. കറക്റ്റ് ആൻസർ 6.8% ആണ് നോക്കാം. അടുത്താണ് ISRO ഹാസ് ഡിസൈഡഡ് ടു അച്ചീവ് ഡെബ്രിസ് ഫ്രീ സ്പേസ് ബൈ വിച്ച് ഇയർ. ഈ ഡെബ്രിസ് ഫ്രീ സ്പേസ് ഏത് കൊല്ലാണ് ഡെബ്രിസ് ഫ്രീ, അതായത് ഡെബ്രിസ് ഇല്ലാത്ത ഒരു സ്പേസ് ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നത്. ഓപ്ഷൻ എ 2025, ഓപ്ഷൻ ബി 2027, ഓപ്ഷൻ സി 2030, ഓപ്ഷൻ ഡി 2035. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 2030 ആണ് നോക്കാം. അടുത്താണ് DRDO ഓർഗനൈസ് ദ ഫസ്റ്റ് ഇന്റർനാഷണൽ വർക്ക്ഷോപ്പ് ഓൺ എമർജിംഗ് ടെക്നോളജീസ് ആൻഡ് ചാലഞ്ചസ് ഫോർ എക്സോസ്കെലട്ടൺ അറ്റ് വിച്ച് സ്പേസ്. DRDO എമർജിംഗ് ടെക്നോളജീസ് ആൻഡ് ചാലഞ്ചസ് ഫോർ എക്സോസ്കെലട്ടൺ എന്ന വിഷയത്തെ ആദ്യത്തെ അന്താരാഷ്ട്ര വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ച ഏത് സ്ഥലത്ത് വെച്ചെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ബാംഗ്ലൂർ, ഓപ്ഷൻ ബി ചെന്നൈ, ഓപ്ഷൻ സി ഹൈദരാബാദ്, ഓപ്ഷൻ ഡി ബോംബെ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ബാംഗ്ലൂർ ആണ് നോക്കുക. അടുത്താണ് വാട്ട് ഈസ് ദ തീം ഓഫ് വേൾഡ് ഹെറിറ്റേജ് ഡേ 2024. ഓപ്ഷൻ എ ഡിസ്കവർ ആൻഡ് എക്സ്പീരിയൻസ് ഡൈവേഴ്സിറ്റി, ഓപ്ഷൻ ബി ഹെറിറ്റേജ് ചേഞ്ചസ്, ഓപ്ഷൻ സി കോംപ്ലക്സ് പാസ് ഡൈവേഴ്സ് ഫ്യൂച്ചർ, ഓപ്ഷൻ ഡി ഹെറിറ്റേജ് ആൻഡ് ക്ലൈമറ്റ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഡിസ്കവർ ആൻഡ് എക്സ്പീരിയൻസ് ഡൈവേഴ്സിറ്റി എന്നാണ്. അടുത്താണ് തിരങ്ക ബർഫി റീസെൻ്റ്ലി ഗോട്ട് എ GI ടാഗ് ബിലോങ്സ് ടു ദ സിറ്റി ഓഫ് UP. അത് ഏത് UPയിലെ സിറ്റി എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ അയോധ്യ, ഓപ്ഷൻ ബി ലക്നൗ, ഓപ്ഷൻ സി കാൺപൂർ, ഓപ്ഷൻ ഡി വാരണാസി. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി വാരണാസിയാണ് നോക്കുക. സോ ഇത് ഓർത്തിരിക്കുക, തിരങ്കി ബർഫി എന്തിൻ്റെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്
അയോധ്യയ്ക്ക് വാരണാസി സംസ്ഥാനത്തിന് കിട്ടിയ GI ടാഗാണെന്ന് നോക്കാം. അടുത്താണ് വാട്ട് ഈസ് ദ തീം ഓഫ് വേൾഡ് ലിവർ ഡേ 2024? ഓപ്ഷൻ എ കീപ് യുവർ ലിവർ ഹെൽത്തി ആൻഡ് ഡിസീസ് ഫ്രീ. ഓപ്ഷൻ ബി വിജിലൻറ്റ് ആൻഡ് ഗെറ്റ് റെഗുലർ liver checkup. Option C, keep your liver healthy and disease free. Option D, spreading awareness about liver related issues. Correct answer option A, keep your liver healthy and disease free ആണ് നോക്കാം. Who has been selected for the Malcolm Adesias Award 2023? Correct answer option A, Vikas Kumar. Option B, Utsa Patnaik. Option C, Sushma Singh. Option D, Prabhat Patnaik. Correct answer Utsa Patnaik. ഈയിടെ വാർത്തകളിൽ കണ്ട GPS സ്പൂഫിംഗ് എന്താണ്? ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. നോക്കാം. GPS സ്പൂഫിംഗ് എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, GPS കൃത്യത വർദ്ധിപ്പിക്കുന്നു. കൃത്യമായ ലൊക്കേഷൻ പ്രക്ഷേപണം ചെയ്യാൻ. തെറ്റായ സിഗ്നൽ ഉപയോഗിച്ച് GPS റിസീവറുകൾ കൈകാര്യം ചെയ്യാൻ. വ്യക്തികളുടെ സ്വകാര്യത വർദ്ധിപ്പിക്കാൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, തെറ്റായ സിഗ്നൽ ഉപയോഗിച്ചത് GPS റിസീവറെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ GPS സ്പൂഫിംഗ് എന്ന് നോക്കാം. അടുത്തിടെ വാർത്തകളിൽ കണ്ട ഡ്രാഗൺ ഫ്ലൈ റോക്കറ്റ് ക്രാഫ്റ്റ് ദൗത്യം ഏത് ബഹിരാകാശ സ്ഥാപനമാണ് ഡെവലപ്പ് ചെയ്തതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ നാസ. ഓപ്ഷൻ ബി ISRO. ഓപ്ഷൻ സി CNSA. ഓപ്ഷൻ ഡി JAXA. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ നാസയാണ് ഈ ഡ്രാഗൺ ഫ്ലൈ റോക്കറ്റ് ക്രാഫ്റ്റ് ഡെവലപ്പ് ചെയ്തത് നോക്കാം. ഈ CNSA എന്ന് പറയുന്നത് ചൈനേൻ്റെ ആട്ടോ. അതുപോലെ തന്നെ JAXA എന്ന് പറയുന്നത് ജപ്പാൻ്റെ. ഏത് രാജ്യത്ത് നിന്ന് ഏകദേശം 1000 അമേരിക്കൻ സൈനികരെ പിൻവലിക്കാൻ ആസൂത്രണം ചെയ്യുന്നതായി US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചത്? ഏത് രാജ്യത്ത് നിന്നാണ് 1000 അമേരിക്കൻ സൈനികരെ പിൻവലിക്കാൻ തീരുമാനിച്ചത്? അത് ഏത് രാജ്യത്ത് നിന്നാണെന്ന് ചോദ്യം. ഓപ്ഷൻ എ നൈജീരിയ. ഓപ്ഷൻ ബി നൈഗർ. ഓപ്ഷൻ സി അൾജീരിയ. ഓപ്ഷൻ ഡി കെനിയ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി നൈഗർ ആണ് നോക്കുക. അടുത്താണ് ലീഫ് ലിറ്റർ ഫ്രോഗ് recently seen in the news is found in which forest? Option A, White River National Forest. Option B, Brazilian Atlantic Rainforest. Option C, Kukrail Reserve Forest. Option D, Norway Spruce Forest. Correct answer Brazilian Atlantic Forest-ലാണെന്ന് നോക്കാം. ഈ ലീഫ് ലിറ്റർ ഫ്രോഗ് എവിടെയാണെന്ന് ചോദിച്ചാൽ ബ്രസീലിലാണെന്ന് നോക്കാം. അടുത്താണ് ഹു വോൺ 2024 Wisden's leading cricketer in men's and women category? Option A, Virat Kohli and Alexei Rusio. Option B, Mitchell Starc and Ashley Gardner. Option C, Kaushik Rajashekharan. Option D, Pat Cummins and Nat Brunt. Correct answer Pat Cummins and Nat Brunt ആണ് നോക്കാം ലീഡിങ് ക്രിക്കറ്റർ ഓഫ് ദ ഇയർ. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഏപ്രിൽ 18 മുതൽ 20 വരെയുള്ള കറണ്ട് അഫയേഴ്സ്. സോ നിങ്ങൾക്ക് ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.